ഹലാ മർഹബ ഹയ്യാക്കുമുല്ലാ കിഫ് ഹാലക്കും അഖ്ബാറക്കും അസാക്കും തയ്യിബീൻ. വലിയ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ സ്പോക്കൺ അറബിക് ലേണിംഗ് തുടരുകയാണ്. ഓക്കെ, വ്യത്യസ്ത കാരണങ്ങളാൽ നമുക്ക് മുമ്പ് ഏകദേശം വലിയൊരു ഗ്യാപ്പ് തന്നെ ഈ ലേണിങ്ങിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് മുമ്പത്തെ പോലെ തുടർച്ചയായി തന്നെ നമ്മൾ വ്യത്യസ്ത ടോപ്പിക്കുകളെല്ലാം മനസ്സിലാക്കി നമ്മൾ സ്പോക്കൺ അറബിക്കിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് എന്താണ് എന്നും അത് എന്തൊക്കെയാണ് നമ്മളിതിനെ മനസ്സിലാക്കാൻ പോകുന്നത് എന്നുമൊക്കെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം. മർഹബൻ ബിക്കും ഇലാ ഖനാതി തഅലമുൽ അറബിയ മഅ ഫൈസി. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ ഫോൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം, ഞാൻ ചെയ്തില്ല, ഇങ്ങനെയൊക്കെ നമ്മുടെ അറബി സംസാരത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഫോൺ ചെയ്യാം, നിനക്ക് റിങ് ചെയ്യാം, ഓക്കെ, കോൾ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതായത് ഇത്തസൽ അല എന്നുള്ളൊരു പ്രയോഗം. ഓക്കെ, വിളിച്ചു, ഫോൺ ചെയ്തു എന്നുള്ളതിന്. എന്നാൽ കൂടുതൽ കൊളോക്കിയലായി നമ്മൾ അവരുടെ അറബികളുടെ സംസാരം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന മറ്റൊരു വാക്കുണ്ട്. അതാണ് കൂടുതൽ സംസാര ഭാഷയുമായി ചേർന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വാക്ക് എന്താണെന്ന് വെച്ചാൽ ദഗ് എന്നുള്ളതാണ്. ദഗ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, ദഗ് എന്നുള്ളതാണ്. ഓക്കെ, ദഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ പിന്നെ മുട്ടി അല്ലെങ്കിൽ റിങ് ചെയ്തു, അടിച്ചു എന്നർത്ഥത്തിലേക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഓക്കെ, ഞാൻ നിനക്ക് റിങ് ചെയ്യാം, ഞാൻ ബെല്ലടിപ്പിക്കാം എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു പ്രയോഗമാണ്. യെസ്, അപ്പോൾ ദഗ് എന്ന് പറഞ്ഞാൽ പിന്നെ വിളിച്ചു, അതിൽ ഫോൺ ചെയ്തു എന്നുള്ള അർത്ഥമാണ്. ശരി, അപ്പോൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് കൂടെയുണ്ട്, അതായത് അല എന്നുള്ളൊരു വാക്കാണ്. ഓക്കെ, അത് തുടർന്ന് നമുക്ക് ഉദാഹരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നമുക്ക് ക്ലിയർ ആവും. ശരി, അപ്പോൾ ഞാൻ വിളിച്ചു, നമുക്ക് ആദ്യം പാസ്റ്റ് ടെൻസ് മുതൽ തുടങ്ങാം. അപ്പോൾ ഞാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ അതിന് അന ദഗീത് എന്നാണ് പറയുക. അന ദഗീത്. എങ്ങനെയാണ്? അന ദഗീത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഖാഫ് എന്ന ലെറ്റർ ഗ എന്ന സൗണ്ടിലാണ് പിന്നെ സംസാര ഭാഷയിൽ അറബികൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അന ദഖൈത്ത് എന്നാണ് അത് വരിക, ശരിയായൊരു പ്രയോഗം. ഓക്കെ, അത് സംസാരത്തിൽ വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരും. അപ്പോൾ അന ദഗീത്ത് എന്ന് പറയും. അന ദഗീത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു എന്നർത്ഥം. ശരി, ഇനി നീ വിളിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം അന എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നീ എന്നുള്ളതിന് വാക്ക് കൊടുത്താൽ മതി. അപ്പോൾ നീ എന്ന് പറയുമ്പോൾ ആണുണ്ട്, പെണ്ണുണ്ട്. ഓക്കെ, അപ്പോൾ നീ എന്നുള്ളത് ആണിന് ഉദ്ദേശിച്ചാണ് പറയുന്നത്. നീ വിളിച്ചു എന്ന് പറയുമ്പോൾ ഇൻത് ദഗീത്ത് അല്ലേ. അപ്പോൾ ദഗീത്ത് എന്നുള്ള വാക്ക് കോമൺ ആണ്. ഇൻത് ദഗീത്ത് എന്നാണ് പറയാം. ഇനി നീ എന്നുള്ളത് ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും? ഇൻതി ദഗീത്തി എന്ന് പറയും. ഇൻതി ദഗീത്തി. അപ്പോൾ അന ദഗീത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു. ഇൻത് ദഗീത്ത് എന്ന് പറഞ്ഞാൽ നീ വിളിച്ചു, അതായത് ഒരു ആണിനെ പറ്റി പറയാം. ഇനി അതൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇൻതി ദഗീത്തി എന്ന് പറയും. ഇൻതി ദഗീത്തി. ഇനി ഞങ്ങൾ വിളിച്ചു എന്നിങ്ങനെ പറയാം. ഞങ്ങൾ വിളിച്ചു എന്ന് പറയുമ്പോൾ ദഗീന എന്ന് പറയും. ദഗീന, ഒരു ന അവസാനം വരും. ദഗീന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു. ഓക്കെ, ദഗീന. ഇനി നിങ്ങൾ വിളിച്ചു എന്ന് പറയുമ്പോഴോ ദഗീത്തും. ഇങ്ങനെ ദഗീത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചു. അപ്പോൾ അന ദഗീത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു. ഇൻത് ദഗീത്ത് എന്ന് പറഞ്ഞാൽ നീ വിളിച്ചു, അതായത് ഒരാണ് വിളിച്ചു എന്നായി. ഇൻതി ദഗീത്തി എന്ന് പറഞ്ഞാൽ നീ ഒരു പെണ്ണ് വിളിച്ചു എന്നായി. ശരി, ഇനി ദഗീന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു, ഈ രണ്ടർത്ഥത്തിലും പറയാം. ശരി, ഇനി നിങ്ങൾ വിളിച്ചു എന്ന് പറയുമ്പോൾ ദഗീത്തും. ദഗീത്തും. ശരി, അപ്പോൾ ഈ നിങ്ങൾ എന്നുള്ളത് ഈ പ്ലൂറൽ ഫോം ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, എത്ര ആളുകളുണ്ടെങ്കിലും അവിടെ പ്ലൂറൽ ഫോമാണ് സംസാരത്തിൽ ഉപയോഗിക്കുക. ശരിക്കും അറബിയിൽ പിന്നെ 2 പേർക്ക് പ്രത്യേക ഒരു വാക്കുണ്ട്, പക്ഷേ അത് സംസാരത്തിൽ കൂടുതൽ ഉപയോഗിക്കില്ല. നിങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒന്നിൽ കൂടുതൽ, അതായത് 2 മുതൽ മേപ്പോട്ട് എത്ര ആളുകളുണ്ടെങ്കിലും അവിടെയൊക്കെ ബഹുവചനമാണ് ഉപയോഗിക്കുക. ഓക്കെ, ശരി. ഇനി അടുത്തത് എന്താണ്? അവൻ, അവൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ വിളിച്ചു എന്നുള്ളതിന് ദഗ് എന്ന് പറഞ്ഞാൽ മതി. ദഗ് എന്താണ്? ദഗ്ഗ എന്നാണ് സംസാരത്തിൽ പറയുമ്പോൾ ദഗ് എന്ന് പറഞ്ഞാൽ. ദഗ്, അവൻ വിളിച്ചു, ദഗ്. അപ്പോൾ അവൾ വിളിച്ചു എന്ന് പറയുമ്പോൾ ദഗ്ഗത്ത്. ദഗ്ഗത്ത്. ഓക്കെ, അപ്പോൾ ദഗ് അവൻ വിളിച്ചു, ദഗ്ഗത്ത് അവൾ വിളിച്ചു. ശരി, ഇനി അവർ വിളിച്ചു എന്ന് പറയുമ്പോൾ ദഗ്ഗു എന്നാണ് പറയുക. ദഗ്ഗു.
ഓക്കെ. അപ്പോൾ ഈ ദഗ്ഗു എന്ന് പറയുമ്പോൾ അവർ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവർ വിളിച്ചു എന്നുള്ളതിന് ദഗ്ഗു എന്നാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദഗ്ഗു. ഓക്കെ, അപ്പോൾ ദഗ് അവൻ വിളിച്ചു, ദഗ്ഗത്ത് അവൾ വിളിച്ചു, ദഗ്ഗു എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു എന്നായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏകദേശം എല്ലാം നമുക്ക്, അതായത് പാസ്റ്റ് ടെൻസിലെ എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഒരുമിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിളിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ, വ്യത്യസ്ത ടെൻസുകൾ, അതിൻ്റെ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് പ്രസൻറ്റ് ടെൻസിലും അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിലും എങ്ങനെയൊക്കെ പറയാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ അത് പറഞ്ഞു പോകാം. കാരണം അറബി സംസാരിക്കുമ്പോൾ അറബികൾ ഫ്യൂച്ചർ ടെൻസിൽ ഒരു കാര്യം പറയുമ്പോൾ പിന്നെ അപ്പോഴും ഈ പ്രസൻറ്റ് ടെൻസിൽ ക്രിയ തന്നെ അവിടെ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അത് അങ്ങോട്ടും മാറ്റി മാറ്റി അവർ ഉപയോഗിക്കുന്നതായി കാണാം. ഓക്കെ, അല്ലെങ്കിൽ കൂടുതലായിട്ട് തന്നെ പ്രസൻറ്റ് ടെൻസിലെ ക്രിയകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു കാര്യം നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ പറയണമെങ്കിലും ഫ്യൂച്ചർ ടെൻസിൽ പറയണമെങ്കിലും എന്ത് ചെയ്യാം, പ്രസൻറ്റ് ടെൻസിൽ ക്രിയ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമുക്കത് ഒരുമിച്ച് തന്നെ മനസ്സിലാക്കി പോകാമെന്ന് പറഞ്ഞത്. ശരി, അപ്പോൾ കാരണം നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതൽ നമുക്ക് ക്ലിയർ ആവും. ശരി, അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിളിക്കുന്നു എന്ന് പറയണം, അല്ലേ? ഞാൻ വിളിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വിളിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അത് പറയാം. ഓക്കെ, അതിന് പറയുക അദഗ് എന്നാണ് പറയുക. എന്താണ്? അദഗ്. അദഗ്. അദഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വിളിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വിളിക്കും എന്നർത്ഥത്തിൽ പറയാം. ശരിക്കും ഫ്യൂച്ചർ ടെൻസിൽ പറയുമ്പോൾ അതിന് വേറൊരു വാക്കുകൂടി ഉപയോഗിക്കാം, ബദഗ് എന്നാണ്. ബ വെച്ചിട്ട് പറയുക. ഓക്കെ, ബദഗ്. ഓക്കെ, അപ്പോൾ അദഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ വിളിക്കുന്നു എന്ന അർത്ഥമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരാളോട് പറയുമ്പോൾ ഞാൻ വിളിക്കാം എന്ന അർത്ഥം കിട്ടാനും അദഗ് എന്ന് പറയും. ഓക്കെ, അദഗ്, ഞാൻ വിളിക്കാം അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നു എന്നർത്ഥത്തിൽ. ബദഗ് എന്ന് പറയുമ്പോൾ അതിന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ എന്താണ്? ഞാൻ വിളിക്കും എന്നാണ് പറയാം. ഓക്കെ, ഞാൻ വിളിക്കും. ഇനി ഞാൻ വിളിക്കാം എന്നർത്ഥത്തിലും ബദഗ് എന്ത് ചെയ്യാം? ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ശരി, അപ്പോൾ അദഗ്, ബദഗ്. ശരി, ഇനി നീ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ തിദഗ് എന്ന് പറയാം. തിദഗ്. എന്താണ്? തിദഗ്. ഓക്കെ, തിദഗ്, തിദഗ്. ഓക്കെ, നീ വിളിക്കുന്നു. ഇനി അത് നീ വിളിക്കും എന്നർത്ഥത്തിൽ ഫ്യൂച്ചർ ടെൻസിൽ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ നമുക്ക് ബാ ചേരുമ്പോൾ എന്തായി? അവിടെ ബി എന്ന സൗണ്ടാണ് വരിക. ബി തിദഗ്, ബി തിദഗ്. ഓക്കെ, ബി തിദഗ്, ബി തിദഗ്. അത് ചേർത്ത് പറയുമ്പോൾ ബിത് ദഗ് എന്ന് പറയും. ബിത് ദഗ്, ബിത് ദഗ്. ആ തീ എന്ന് നമ്മൾ പറഞ്ഞത് ത് എന്ന സൗണ്ടിലേക്ക് വരും. ബിത് ദഗ്. അപ്പോൾ തിദഗ് എന്ന് പറഞ്ഞാൽ നീ വിളിക്കുന്നു. ഓക്കെ, ഇനി പിന്നെ അതിൻ്റെ ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോൾ ബിത് ദഗ് എന്ന് പറയാം. ബിത് ദഗ്. ഓക്കെ, ശരി. ഇനി അതൊരു സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് പറയുക? തിദഗീൻ എന്ന് പറയാം. തിദഗീൻ, തിദഗീൻ എന്ന് പറയുന്നത് അത് ഒരു പെണ്ണിനോടാണ് പറയുന്നത്, നീ വിളിക്കുന്നു. ഓക്കെ, ഇനി അത് ഒരു പെണ്ണ് നീ വിളിക്കുമെന്ന് ഫ്യൂച്ചർ ടെൻസിൽ പറയുമ്പോൾ എങ്ങനെ പറയും? ബിത് ദഗീൻ എന്നാണ്. ബിത് ദഗീൻ. ഇങ്ങനെ ബിത് ദഗീൻ, നീ വിളിക്കും എന്ന അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അദഗ് എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് ടെൻസിലെ രൂപമാണ്, അതായത് ഞാൻ വിളിക്കുന്നു, ഐ കോൾ എന്ന അർത്ഥത്തിൽ. ഓക്കെ, ഇനി ബദഗ് എന്ന് പറഞ്ഞാൽ ഐ വിൽ കോൾ. ഓക്കെ, ഐ വിൽ കോൾ. ഇനി അത് ഒരു നീ എന്ന അർത്ഥത്തിൽ വരുമ്പോൾ മെയിൽ വേർഷൻ, ഓക്കെ, മാസ്കുലിൻ വരുമ്പോൾ തിദഗ് എന്നാ പറയാം, ആണിന് പറയുന്നത് തിദഗ്. അത് ഫ്യൂച്ചർ ടെൻസിലേക്ക് പറയുമ്പോൾ ബിത് ദഗ് എന്ന് പറയും. ബിത് ദഗ്. ഓക്കെ, ഇനി അതൊരു പെണ്ണിനെ സംബന്ധിച്ചാണ് പറയുന്നത്, നീ വിളിക്കുന്നു എന്നുള്ള പറയുമ്പോൾ തിദഗീൻ എന്ന് പറയും. എന്താണ്? തിദഗീൻ. ഓക്കെ, ഇനി അത് പിന്നെ ഫ്യൂച്ചർ ടെൻസിലേക്ക് പറയുമ്പോൾ ബിത് ദഗീൻ എന്ന് പറയും. ബിത് ദഗീൻ. ഓക്കെ, ഇനി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നിദഗ് എന്ന് പറയും. ഇങ്ങനെ നിദഗ്, നിദഗ്. ഓക്കെ, നിദഗ്. അത് ഫ്യൂച്ചർ ടെൻസിൽ പറയുമ്പോൾ ബിൻ ദഗ്, ഞങ്ങൾ വിളിക്കും അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ ബിൻ ദഗ്, ബിൻ ദഗ് എന്ന് പറയാം. ബിൻ ദഗ്. ഓക്കെ, ഇനി നിങ്ങൾ വിളിക്കുന്നു എന്നർത്ഥത്തിൽ പ്ലൂരൽ ഫോം പറയുമ്പോൾ എന്താണ്? തിദഗൂൻ എന്ന് പറയാം. തിദഗൂൻ, തിദഗൂൻ. ഓക്കെ, ശരി. അത് നൂനില്ലാതെയും പറയുന്നുണ്ട്. തിദഗൂ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ വിളിക്കുന്നു എന്നർത്ഥത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ വിളിക്കുന്നു, തിദഗൂ. ഓക്കെ, ഇനി അതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് പറയുമ്പോൾ എന്തായി? ബിത് ദഗൂ, ബിത് ദഗൂ അല്ലെങ്കിൽ ബിത് ദഗൂൻ. ഓക്കെ, ബിത് ദഗൂൻ എന്ന് പറയാം. ബിത് ദഗൂൻ. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അതിൻ്റെ അവൻ, അവൾ എന്ന അർത്ഥത്തിലുള്ള അതിൻ്റെ പ്രസൻറ്റ് ഫ്യൂച്ചർ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അതും കൂടി മനസ്സിലാക്കാം.
അപ്പോൾ ഇനി അവൻ വിളിക്കുന്നു അല്ലെങ്കിൽ അവൻ വിളിക്കും എന്നൊക്കെ എങ്ങനെ പറയും? അവൻ വിളിക്കുന്നു എന്നുള്ളതിന് യിദഗ് എന്ന് പറയും. യിദഗ് 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 എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുന്നു. ഇനി അവൻ വിളിക്കും എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ബി യിദഗ് എന്ന് പറയാം. ബി യിദഗ്. ഓക്കെ, അത് ചേർത്ത് വരുമ്പോൾ ബിദഗ് എന്ന് പറയും. ആ ഈ എന്നുള്ളത് ഒന്നുകൂടി അതിനോട് അവിടെ സൈലൻ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ബിദഗ് യിദഗ് ബിദഗ്. യിദഗ് എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുന്നു എന്നർത്ഥമാണ്. ഓക്കെ, ഇനി ബിദഗ് എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കും. ഓക്കെ, ഇനി അവൾ എന്ന അർത്ഥത്തിൽ വരുമ്പോഴോ തിദഗ് എന്നാണ്. നേരത്തെ നീ വിളിക്കുന്നു എന്നുള്ളതിന് മെയിൽ ഫോം നമ്മൾ പറഞ്ഞല്ലോ, അതേ വാക്ക് തന്നെയാണ് അവൾ വിളിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മളത് മനസ്സിലാക്കുക, പറയുക. ഓക്കെ, അപ്പോൾ തിദഗ് എന്ന് പറഞ്ഞാൽ അവൾ വിളിക്കുന്നു. ഓക്കെ, ഇനി അത് വിളിക്കും എന്നർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ ബിദ്ദഗ്. ഇങ്ങനെ ബിദ്ദഗ് എന്ന് പറയാം. ബി തിദഗ് എന്നുള്ളത് ചേരുമ്പോൾ ബിദ്ദഗ് എന്നാവും. ബി അതായത് താ എന്നുള്ളതും ദ എന്നതും ചേർന്നിട്ട് ആ ദായുടെ സൗണ്ടാണ് കേൾക്കുക. ബിദ്ദഗ്. ഓക്കെ, ബിദ്ദഗ് എന്ന് പറഞ്ഞാൽ അവൾ വിളിക്കുന്നു എന്നായി. ഓക്കെ, ഇനി അവർ വിളിക്കുന്നു എന്ന അർത്ഥത്തിൽ ബിദ്ദഗ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൾ വിളിക്കും എന്നാണ്. ഇനി അവർ വിളിക്കുന്നു എന്ന അർത്ഥത്തിൽ വരുമ്പോൾ യിദഗൂൻ എന്നാ പറയാം. യിദഗൂൻ യിദഗൂൻ. ഓക്കെ, ഇനി അത് അവർ വിളിക്കും എന്നർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ ബിദഗൂൻ എന്ന് പറയാം. ഇങ്ങനെ ബിദഗൂൻ ബിദഗൂൻ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത് ഒന്നുകൂടി ക്ലിയർ ആവാൻ നിങ്ങൾ ഇനി ബാക്കി പറയുന്നത് കേൾക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് എന്ത് ചെയ്യാം, ആദ്യം മുതൽ ഇവിടം വരെ ഒന്നുകൂടി കേട്ട് ക്ലിയർ ആയതിനു ശേഷം ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം അതായത് തുടർന്ന് നിങ്ങൾ കാണേണ്ടതാണ്. കാരണം ഇനി തുടർന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ നെഗറ്റീവ് രൂപമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാം ചെയ്തു എന്നുള്ളത്, ഇനി ചെയ്തില്ല എന്ന് എങ്ങനെ പറയും എന്നുള്ളതിനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഏകദേശം നിങ്ങൾക്ക് കാരണം മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടത് വെച്ച് നിങ്ങൾ തുടർച്ചയായി കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലാകും. ഇല്ല എന്നർത്ഥം കിട്ടാൻ എന്താണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ആദ്യം മുതൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി അതിൽ വരും. അതിനുശേഷം മാത്രം നിങ്ങൾ തുടർന്ന് കാണുക. അപ്പോൾ ഇനി നമുക്കിതിനെ നെഗറ്റീവ് രൂപമാണ്, അതായത് ഞാൻ വിളിച്ചില്ല അല്ലെങ്കിൽ ഞാൻ വിളിക്കും അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഞാൻ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയാം. മാ എന്നുള്ള ആ ഒരു വാക്ക് അവിടെ ചേരും. ഓക്കെ, അതായത് മീം അലിഫ് എന്ന രണ്ടക്ഷരം ചേർന്നിട്ടുള്ളൊരു വാക്കാണ് മാ എന്നുള്ളത്. ഓക്കെ, അത് ഇല്ല എന്നർത്ഥത്തിനാണ്. വേറെയും അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഇല്ല എന്നർത്ഥത്തിന് മാ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ്, അന മാ ദ ഗീത്ത് എന്നാണ് പറയുക. എന്താണ്, അന മാ ദ ഗീത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചില്ല. അന മാ ദ ഗീത്ത്. ശരി, ഇനി നീ വിളിച്ചില്ല എന്ന് പറയാനോ, ഇൻത് മാ ദ ഗീത്ത്. ഓക്കെ, നീ വിളിച്ചു എന്ന് പറയാൻ ഇൻത് ദ ഗീത്ത് അല്ലേ. അപ്പോൾ വിളിച്ചില്ല എന്ന് പറയാൻ ഇൻത്തിൻ്റെയും ദഗീത്തിൻ്റെ ഇടയിലും മാ ചേർത്ത് കൊടുക്കുക. ഇൻത് മാ ദ ഗീത്ത്, നീ വിളിച്ചില്ല. അതൊരാണിനോട് പറയണം, ഇൻത് മാ ദ ഗീത്ത്, നീ വിളിച്ചില്ല. ശരി, ഇനി അത് പെണ്ണാണെന്നുണ്ടെങ്കിലോ, ഇൻതി മാ ദ ഗീത്തി, ഇൻതി മാ ദ ഗീത്തി എന്നാ പറയാം. അപ്പോൾ അന മാ ദ ഗീത്ത്, ഞാൻ വിളിച്ചില്ല. ഇൻത് മാ ദ ഗീത്ത്, നീ വിളിച്ചില്ല, അതായത് ഒരാണ് വിളിച്ചില്ല. ഇൻതി മാ ദ ഗീത്തി, നീ ഒരു പെണ്ണ് വിളിച്ചില്ല എന്നർത്ഥം. ഇൻതി മാ ദ, കാരണം പെണ്ണിനോട് പറയാണ് നീ വിളിച്ചില്ല. ഇൻതി മാ ദ ഗീത്തി എന്നാണ് പറയേണ്ടത്. ഇനി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചില്ല എന്ന് എങ്ങനെയാണ് പറയാ, മാ ദഗീന എന്ന് പറഞ്ഞാൽ മതി. മാ ദഗീന. അപ്പോൾ അതിന് മുമ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നെഹ്നു എന്ന് ചേർക്കാം, അല്ലെങ്കിൽ അഹ്ന എന്ന് പറയാം, അല്ലെങ്കിൽ ഹന്ന എന്ന് പറയാം, അല്ലെങ്കിൽ നെഹ്ന എന്ന് പറയാം. ഇതൊക്കെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഓക്കെ, നമുക്ക് അഹ്ന എന്ന വാക്കെടുക്കാം. അപ്പോൾ അഹ്ന മാ ദഗീന, അഹ്ന മാ ദഗീന, ഞങ്ങൾ വിളിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ വിളിച്ചില്ല. അഹ്ന മാ ദഗീന, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചില്ല എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ വിളിച്ചില്ല എന്നെങ്ങനെ പറയും, നിങ്ങൾ വിളിച്ചില്ല എന്നെങ്ങനെ പറയാം. അപ്പം നിങ്ങൾ വിളിച്ചു എന്നുള്ളതിന് എന്താ പറയുക, ദഗീത്തും എന്നാ പറയാം. ദഗീത്തും. അപ്പം നിങ്ങൾ വിളിച്ചില്ല എന്നെങ്ങനെ പറയും, മാ ദഗീത്തും, മാ ദഗീത്തും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഒന്ന് പിന്നെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് അൻതും മാ ദഗീത്തും എന്ന് പറയാം. അൻതും മാ ദഗീത്തും, അൻതും മാ ദഗീത്തും. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ്. അപ്പം അൻതും മാ ദഗീത്തും എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇനി അവൻ വിളിച്ചില്ല അവൾ വിളിച്ചില്ല എന്നുള്ളത് എങ്ങനെയൊക്കെ പറയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അവൻ വിളിച്ചില്ല എന്നെങ്ങനെയാണ് പറയുക, അവൻ വിളിച്ചു എന്നുള്ളതിന് ദഗ് എന്നാണ് പറയുക. ദഗ്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഹു ദഗ് എന്ന് പറയാം. ഹുവ ദഗ്. ആ ഹുവ ദഗ്, ഹുവ ദഗ്. അപ്പോൾ അവൻ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ ഹു മാ ദഗ് എന്ന് പറയും. ഹു മാ
ദഗ്. ഓക്കെ, അപ്പോൾ ഹുവ എന്നുള്ളത് സംസാരം ഹു എന്ന അർത്ഥത്തിലാണ് വരിക. ഹു ഒരു വാ എന്നുള്ളതിന് ഒരു എന്ന സൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഹുമ ദഗ്. ഓക്കെ, ഹുമ ദഗ്, അവൻ വിളിച്ചില്ല. ഹുമ ദഗ്. ശരി, ഇനി അവൾ വിളിച്ചില്ല എന്ന് പറയുമ്പോഴോ, അവൾ എന്നുള്ളതിന് ഹിയ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഓക്കെ, ഹിയ. അപ്പോൾ ദഗ്ഗത്ത് എന്ന് പറഞ്ഞാൽ അവൾ വിളിച്ചു. അപ്പോൾ ഹിയ ദഗ്ഗത്ത്, അവൾ വിളിച്ചു എന്നായി. ഹിയമ ദഗ്ഗത്ത്, ഹിയമ ദഗ്ഗത്ത്, അവൾ വിളിച്ചില്ല. ഹിയമ ദഗ്ഗത്ത്. ഇനി അവർ വിളിച്ചില്ല എന്ന് പറയാനോ, അവർ എന്നുള്ളതിന് ഹും എന്നും ഹുമ്മ എന്നും പറയാറുണ്ട്. ഹും, ഹുമ്മ രണ്ട് രൂപത്തിലും സംസാരത്തിൽ ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് ഹും വെച്ച് പറയാം. ഹും മ ദഗ്ഗു, അവർ വിളിച്ചു എന്നുള്ളതിന് ദഗ്ഗു എന്നുള്ള നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഹും ദഗ്ഗു, അവർ വിളിച്ചു. അവർ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ ഹും മ ദഗ്ഗു. ഓക്കെ, അപ്പോൾ ഹും വെച്ച് പറയാന്നുണ്ടെങ്കിൽ ഹും മാ ദഗ്ഗു എന്ന് പറയാം. അവർ വിളിച്ചില്ല എന്ന് പറയാനാണെങ്കിൽ ഹുമ്മ ദഗ്ഗു. ഇനി ഹുമ്മ എന്നാണ് അവർ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഹുമ്മമ ദഗ്ഗു എന്ന് പറയണം. ഹുമ്മമ ദഗ്ഗു. ഓക്കെ, ഹുമ്മമ ദഗ്ഗു, അവർ വിളിച്ചില്ല. അല്ലെങ്കിൽ ഹും മാ ദഗ്ഗു, അവർ വിളിച്ചില്ല. രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ ഇതാണ് പാസ്റ്റ് ടെൻസിൻ്റെ നമുക്ക് ഇല്ല എന്ന അർത്ഥത്തിൽ, വിളിച്ചില്ല എന്ന അർത്ഥത്തിൽ പറയേണ്ടത്. ഇനി നമുക്ക് എന്താണ് പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും നമുക്ക് പറയേണ്ടതുണ്ട്. ശരി, അപ്പോൾ ഞാൻ വിളിക്കുന്നു എന്നുള്ളതിന് എന്താ നമ്മൾ പറഞ്ഞത്, അദഗ് എന്നാണ് പറഞ്ഞത്. അദഗ്. ഓക്കെ, അതിൻ്റെ ഞാൻ വിളിക്കും എന്നുള്ളതിന് ബദഗ് എന്നാണ് പറയുക. ഓക്കെ, ഇനി ഞാൻ വിളിക്കില്ല, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിളിക്കില്ല എന്നൊക്കെ അർത്ഥത്തിന് എന്താണ്, രണ്ടും ഒരേ, നമുക്ക് അദഗ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അനമാ അദഗ്. അനമാ അദഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കില്ല, അല്ലെങ്കിൽ ഞാൻ വിളിക്കുകയില്ല എന്ന രണ്ടർത്ഥത്തിൽ, അത് ഫ്യൂച്ചർ ടെൻസിലെ അർത്ഥത്തിനും നമുക്ക് എന്ത് ചെയ്യാം, അദഗ് ഉപയോഗിക്കാം. അറബികൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അനമാ അദഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കില്ല എന്ന അർത്ഥത്തിൽ അവൻ പറയും, അവർ പറയാറുണ്ട്. ഇനി ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് ഞാൻ വിളിക്കില്ല എന്നൊക്കെ ഒന്നുകൂടി നന്നായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ അനമാ ബദഗ് എന്നും പറയാവുന്നതാണ്. പക്ഷെ കൂടുതൽ അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന എന്താണ്, അനമാ അദഗ്. ഓക്കെ, അനമാ അദഗ്, ഞാൻ വിളിക്കില്ല എന്നർത്ഥത്തിൽ. ഓക്കെ, അനമാ അദഗ്. ശരി, ഇനി നീ വിളിക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ്, തിദഗ് എന്നാണ് വിളിക്കുന്നു എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു, നീ വിളിക്കുന്നു എന്നുള്ളതിന് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പിൽ മാ ചേർക്കുമ്പോൾ പിന്നെ ഇൻത് മാ തിദഗ്, ഇൻത് മാ തിദഗ്, നീ വിളിക്കില്ലേ എന്നർത്ഥത്തിൽ ചോദിക്കുക. ഇൻത് മാ തിദഗ്, നീ വിളിക്കില്ലേ, നീ വിളിക്കല്ലേ, നീ വിളിക്കുന്നില്ലേ, അല്ലെങ്കിൽ നീ വിളിക്കില്ലേ, രണ്ടർത്ഥത്തിലും അങ്ങനെ പറയാം. ഇൻത് മാ തിദഗ്, ഇൻത് മാ തിദഗ് ചോദ്യരൂപത്തിലാണ് നമ്മൾ പറയുക, കൂടുതലും അങ്ങനെയാണ് പറയുക. ഇൻത് മാ തിദഗ്, നീ വിളിക്കില്ലേ, അല്ലെങ്കിൽ നീ വിളിക്കുന്നില്ലേ എന്നർത്ഥത്തിൽ. ഇനി അതൊരു പെണ്ണിനോടാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇൻതിമാ തിദഗീൻ, ഇൻതിമാ തിദഗീൻ എന്ന് പറയും. ഇൻതിമാ തിദഗീൻ, നീ വിളിക്കുന്നില്ലേ, അല്ലെങ്കിൽ നീ വിളിക്കില്ലേ, രണ്ടർത്ഥത്തിലും അത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഞങ്ങൾ വിളിക്കുകയില്ല എന്നർത്ഥത്തിൽ, അതിലാണല്ലോ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. ഞങ്ങൾ വിളിക്കില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഹന്ന മാനിദഗ് എന്ന് പറയാം. ഹന്ന മാനിദഗ്, ഞങ്ങൾ വിളിക്കില്ല എന്നർത്ഥത്തിൽ. ഹന്ന മാ നിദഗ്. ഓക്കെ, ഇല്ലെങ്കിൽ ഹന്ന മാ ബിൻ ദഗ്, ഞങ്ങൾ വിളിക്കില്ല. രണ്ട് രൂപത്തിലും പറയാം. ഹന്ന മാനിദഗ് അല്ലെങ്കിൽ ഹന്ന മാ ബിൻ ദഗ് എന്ന് പറയാം. ഈ ഹന്ന എന്നുള്ളതിന് ഹന്ന എന്ന് പറയാം, നഹ്ന എന്ന് പറയാം, അല്ലെങ്കിൽ അഹ്ന എന്ന് പറയാം, നഹ്നു എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ എന്ന അർത്ഥത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ വിളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുകയില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയും, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്നില്ല, രണ്ട് അർത്ഥത്തിലും എങ്ങനെ. അപ്പോൾ നിങ്ങൾ വിളിക്കുന്നു എന്നുള്ളതിന് നമ്മൾ പറയുന്നത് തിദഗൂൻ എന്നാണ്. തിദഗൂൻ. ഓക്കെ, അപ്പോൾ അൻതും മാ തിദഗൂൻ, നിങ്ങൾ വിളിക്കില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്നില്ലേ, രണ്ടർത്ഥത്തിലും ഒരേ സെൻറ്റൻസിനെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അൻതും മാ തിദഗൂൻ, നിങ്ങൾ വിളിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കില്ലേ. അൻതും മാ തിദഗൂൻ. ഓക്കെ, ഇനി അവൻ വിളിക്കില്ല, അല്ലെങ്കിൽ അവൻ വിളിക്കുന്നില്ല എന്നിങ്ങനെ പറയും. അതിന് മുമ്പിൽ മാ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. ഹുമാ ഇദഗ്, ഹുമാ ഇദഗ്, അവൻ വിളിക്കണില്ല. ഹുമാ ഇദഗ്, അവൻ വിളിക്കണില്ല, അല്ലെങ്കിൽ അവൻ വിളിക്കില്ല. ഓക്കെ, ഓക്കെ, ഹി വിൽ നോട്ട് കോൾ എന്നർത്ഥത്തിൽ ഫ്യൂച്ചർ ടെൻസിലും അങ്ങനെ പറയാം. ഹുമാ ഇദഗ്. ഓക്കെ, ഇനി ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറയാൻ ഹുമാ ബിദഗ് എന്ന് പറയാം. ഫ്യൂച്ചർ ടെൻസിൽ അഗ്രി വെച്ചിട്ട് തന്നെ പറയാം ഹുമാ ബിദഗ് അല്ലെങ്കിൽ ഹുമാ ഇദഗ്. ഓക്കെ, അപ്പോൾ കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹുമാ ഇദഗ്, അവൻ വിളിക്കില്ല എന്നർത്ഥത്തിലാണ്. ഇനി അത് അവൾ വിളിക്കില്ല, അല്ലെങ്കിൽ അവൾ വിളിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ എങ്ങനെ പറയും, ഹിയ മാ തിദഗ്, ഹിയ മാ തിദഗ്, അവൾ വിളിക്കില്ല. ഹിയ മാ തിദഗ്, അവൾ വിളിക്കില്ല. ഇനി അവർ വിളിക്കില്ല, അല്ലെങ്കിൽ അവർ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്, ഹും മാ യിദഗൂൻ, ഹും മാ യിദഗൂൻ എന്ന് പറയാം. ഹും മാ യിദഗൂൻ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ നെഗറ്റീവ് രൂപത്തിലുള്ള
സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ ദഗ്ഗ എന്നുള്ള ആ ക്രിയയുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലാക്കി ഇതിൻ്റെ കുറേ ഇങ്ങനെ എഴുതി വെക്കുന്നത് മാത്രമല്ല, നമ്മളിത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റൻസുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പലതും നമ്മൾ ഈ മനസ്സിൽ നിങ്ങളൊന്ന് കാണാം. ഓക്കെ, എന്നിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതുകൊണ്ടൊക്കെ ഉപകാരമുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു ലേണിംഗ് കൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. ഇതിൻ്റെ പ്രാക്ടീസ് അതിൻ്റെ പ്രധാനപ്പെട്ട വശമാണ്. അപ്പോൾ ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പഠിച്ച വാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ അറബികളുമായൊക്കെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകളുടെ ചില ഉദാഹരണങ്ങൾ നമുക്കിനി നോക്കാം. അപ്പം ഞാൻ ഇതേ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ചോദ്യങ്ങളല്ല, കുറച്ച് സെൻറ്റൻസുകളും അതിൽ ചോദ്യങ്ങളുണ്ട്, മിക്സഡായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ എഴുതിയതാണ്. അപ്പോൾ ഇതിലില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. അത് നിങ്ങൾ ഉദാഹരണങ്ങളൊക്കെ എഴുതിയിട്ട് അതിൽ നിങ്ങൾ ചെയ്തു നോക്കുക, പറഞ്ഞു നോക്കുക. എന്നിട്ട് സംശയങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ആ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. കൂടാതെ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ശരി, അപ്പോൾ ഒന്നാമത്തെ വാക്ക് എന്താണ്? ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചു. ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചു. അപ്പം ഞാൻ വിളിച്ചു എന്നുള്ളതിന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? അന ദഗ്ഗീത്. എന്താണ്? അന ദഗ്ഗീത്. ഓക്കെ, ഇനി നിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ ഒരു ദഗ് എന്ന വാക്കിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അതിന് അല എന്ന വാക്കാണ് അതിന് ഉപയോഗിക്കുക. ഓക്കെ, ദഗ്ഗ അല. ഓക്കെ, അപ്പം ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ അന ദഗ്ഗീത് അലൈക്ക് നിന്നെ എന്നുള്ളതിന് ഖ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ദഗ്ഗ ഉപയോഗിച്ചുകൊണ്ട് അലയും കൂടി അവിടെ ചേരണം. അപ്പോൾ അലൈക്ക് എന്നാണ് പറയുക. അന ദഗ്ഗീത് അലൈക്ക്, ഞാൻ നിന്നെ വിളിച്ചു. ഇന്നലെ എന്ന് പറയുമ്പോൾ ഇന്നലെ ഡേ ടൈം ഉണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരമുണ്ട്. അപ്പോൾ ഡേ ടൈമിന് അംസ് എന്നാണ് പറയുക. ഓക്കെ, അംസ്. അപ്പോൾ അന ദഗ്ഗീത് അലൈക്ക് അംസ്, ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചു. ഇനി രാത്രിയാണോ ഉദ്ദേശിച്ചതെങ്കിൽ അന ദഗ്ഗീത് അലൈക്കൽ ബാരിഹ. ഓക്കെ, ബാരിഹ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ അന ദഗ്ഗീത് അലൈക അംസ്, അന ദഗ്ഗീത് അലൈക്കൽ ബാരിഹ, രണ്ട് രൂപത്തിലും പറയാം. രണ്ടാമത്തത് നീ അവനെ വിളിച്ചോ. അപ്പോൾ നീ വിളിച്ചു എന്നുള്ളതിന് എന്താണ് പറയുക? ഇൻത് ദഗ്ഗീത്. അത് ആണിനോട് ചോദിക്കുന്നതാണ്. ഇനി പെണ്ണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഇൻതി ദഗ്ഗീതി എന്നാ വയ്ക്കുക. ഇൻതി ദഗ്ഗീതി, നീ വിളിച്ചോ. ഇൻത് ദഗ്ഗീത്, നീ വിളിച്ചോ എന്ന് ആണിനോട്, ഇൻതി ദഗ്ഗീതി, നീ വിളിച്ചോ എന്ന് പെണ്ണിനോട്. ഓക്കെ, നീ അവനെ വിളിച്ചോ എന്നാണ്. ഓക്കെ, അപ്പോൾ അല പ്ലസ് അവനെ എന്നുള്ളതിന് ഹു എന്ന ഒരു അക്ഷരമാണ് ചേരുക. ഓക്കെ, അപ്പോൾ അതിനെന്താണ്? അലയുമായി ചേരുമ്പോൾ അലൈഹ് എന്നാണ് പറയുക. ഹ് എന്നാവും അത് സൗണ്ടിൽ. ഓക്കെ, അപ്പോൾ ഇൻസ് ദഗ്ഗീത് അലൈഹ്, നീ അവനെ വിളിച്ചോ. ഇൻസ് ദഗ്ഗീത് അലൈഹ്. ഓക്കെ, ഇനി ഒരു പെണ്ണിനോട് ചോദിക്കുകയാണ്, നീ അവനെ വിളിച്ചോ എന്ന് ചോദിച്ചാൽ എന്താണ്? ഇൻസ് ദഗ്ഗീത് അലൈഹ്, നീ അവനെ വിളിച്ചോ. ഓക്കെ, ശരി. ഇനി അടുത്തത് എന്താണ്? ഞങ്ങളെല്ലാവരെയും വിളിച്ചു എന്നാണ്. ഇവിടെ ഇപ്പോൾ വിളിച്ചു എന്ന് പറയുന്നത് ഫോൺ ചെയ്തു എന്നർത്ഥത്തിലാണ്. ഓക്കെ, ശരി. അപ്പോൾ ഞങ്ങളെല്ലാവരെയും വിളിച്ചു എന്നാണ്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ദഗ്ഗീന എന്ന് പറയാം. ദഗ്ഗീന. പിന്നെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു, ദഗ്ഗീന. ഓക്കെ, ഇനി അവരെ എന്ന് പറയുമ്പോൾ പിന്നെ അവർ എന്നുള്ളതിന് ഹും എന്ന വാക്കാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂടെ അല ചേരും. അപ്പോൾ അലൈഹും എന്നല്ല, അലൈഹിം എന്നാണ് അത് രൂപം ചേരുക. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ദഗ്ഗീന അലൈഹിം, ഞങ്ങൾ അവരെ വിളിച്ചു എന്നായി. ദഗ്ഗീന അലൈഹിം. ഓക്കെ, ഇനി ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു എന്ന അർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ ദഗ്ഗീന അലാ കുല്ലിഹിം എന്ന് പറയാം. ദഗ്ഗീന അലാ കുല്ലിഹിം, ഞങ്ങൾ അവരെ എല്ലാവരെയും വിളിച്ചു. ദഗ്ഗീന അലാ കുല്ലിഹിം. ഓക്കെ, ദഗ്ഗീന അലാ കുല്ലിഹിം. ഓക്കെ, അല്ലെങ്കിൽ ദഗ്ഗീന അലൈഹിം, ഞങ്ങൾ അവരെ വിളിച്ചു എന്ന അർത്ഥത്തിന് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ദഗ്ഗീന അലൈഹിം. ശരി, ഇനി അവർ നിങ്ങളെ വിളിച്ചില്ലേ എന്നാണ്. അവർ നിങ്ങളെ വിളിച്ചില്ലേ. അപ്പോൾ അവർ വിളിച്ചു എന്നുള്ളതിന് എന്താണ്? ദഗ്ഗു എന്ന വാക്ക് നമ്മൾ പഠിച്ചത്. ദഗ്ഗു എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു എന്നായി. അവർ വിളിച്ചില്ലേ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ ചോദ്യമാണല്ലോ. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവർ വിളിച്ചില്ല എന്നെങ്ങനെ പറയാം? മാ ചേർത്ത് കൊടുക്കുക അല്ലേ? മാ ദഗ്ഗു. ഓക്കെ, അപ്പോൾ ഹും മാ ദഗ്ഗു ഒരു പവർന്നിരിക്കട്ടെ. ഹും മാ ദഗ്ഗു, അവർ വിളിച്ചില്ല. ഓക്കെ, ആരെ? നിങ്ങളെ. അലൈക്കും എന്നാണ് പറയാം. അലൈക്കും.
ഓക്കെ, അലൈക്കും. ഹും എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്നർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അലൈക്കും. അപ്പോൾ ഹും മാ ദഗ്ഗു അലൈക്കും, അവർ നിങ്ങളെ വിളിച്ചില്ല എന്നായി. ഹും മാ ദഗ്ഗു അലൈക്കും, നിങ്ങളെ അവർ വിളിച്ചില്ല. അപ്പോൾ നിങ്ങളെ അവർ വിളിച്ചില്ലേ എന്ന് ചോദിക്കാൻ ചോദ്യരൂപത്തിലാക്കിയാൽ മതി അല്ലേ? അല്ലേ, എങ്ങനെ? ഹും മാ ദഗ്ഗു അലൈക്കും, ഹും മാ ദഗ്ഗു അലൈക്കും, അവർ നിങ്ങളെ വിളിച്ചില്ലേ എന്നായി. ഹും മാ ദഗ്ഗു അലൈക്കും, അവർ നിങ്ങളെ വിളിച്ചില്ലേ എന്നായി. ശരി, ഇനി നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നായി. നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലല്ലോ അല്ലേ? നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിളിച്ചു എന്നുള്ളതിന് ദഗ്ഗീത്തും എന്നായി. നിങ്ങൾ വിളിച്ചു എന്നുള്ളത് ദഗ്ഗീത്തും. ഞങ്ങളെ വിളിച്ചു എന്നുള്ളതിന് എന്താണ്? ദഗ്ഗീത്തും അലൈന എന്നാണ് പറയാം. ദഗ്ഗീത്തും അലൈന, ദഗ്ഗീത്തും അലൈന. ഇനി നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു മാ ചേർത്ത് കൊടുത്താൽ മതി. മാ ദഗ്ഗീത്തും അലൈന, മാ ദഗ്ഗീത്തും അലൈന. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ അൻതും വേണ്ടി ചേർത്ത് കൊടുക്കാം. അൻതുമാ ദഗ്ഗീത്തും അലൈന, നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ല. ഓക്കെ, അൻതുമാ ദഗ്ഗീത്തും അലൈന, നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ഈ രൂപത്തിൽ പറഞ്ഞാൽ മതി. അൻതുമാ ദഗ്ഗീത്തും അലൈന, നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ല. അല്ലെങ്കിൽ മാ ദഗ്ഗീത്തും അൻതും അലൈന, ഈ അൻതും എന്നുള്ളത് ദഗ്ഗീത്തും എന്നുള്ളതിന് ശേഷവും വെക്കാം. മാ ദഗ്ഗീത്തും അൻതും അലൈന, മാ ദഗ്ഗീത്തും അൻതും അലൈന, നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലല്ലോ. അല്ലെങ്കിൽ അൻതും മാ ദഗ്ഗീത്തും അലൈന, നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നെങ്ങനെ പറയാം. ഇനി അവൻ എന്നെ വൈകിട്ട് വിളിച്ചു, അവൻ എന്നെ വൈകിട്ട് വിളിച്ചു എന്നെങ്ങനെ പറയാം. അപ്പോൾ അവൻ വിളിച്ചു എന്നുള്ളതിന് ദഗ് എന്നാ പറയാ, ദഗ്. ഓക്കെ, എന്നുണ്ടെങ്കിൽ പവറിന് ഒരു ഹുവ വെച്ച് കൊടുക്കാം. ഹുവ ദഗ് എന്ന് പറയും, ഹുവ ദഗ്. ഇനി എന്നെ എന്ന് പറയുമ്പോൾ അലയ്യ എന്നാണ് അവിടെ പറയാം, അലയ്യ. ഓക്കെ, അലയ്യ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി, ആ രൂപത്തിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഹുവ ദഗ് അലൈ, ഹുവ ദഗ് അലൈ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ വിളിച്ചു എന്നാണ്. ഓക്കെ, അലയ്യ എന്നുള്ളത് പറയുമ്പോൾ അലൈ എന്ന് പറഞ്ഞാൽ മതി, അലൈ. ഓക്കെ, യ് എന്ന സൗണ്ട്. ഓക്കെ, അലൈ. അപ്പോൾ ഹുവ ദഗ് അലൈ, അവൻ എന്നെ വിളിച്ചു. അൽ മസാ, വൈകിട്ട് എന്നാണ്. ഹുവ ദഗ് അലൈ അൽ മസാ. ഓക്കെ, ഹുവ ദഗ് അലൈ അൽ മസാ. അപ്പോൾ അലൈ പ്ലസ് അൽ മസാ അത് ചേർത്ത് പറയുമ്പോൾ അലയ്യൽ മസാ, യായിന് നമ്മൾ കട്ടികൂട്ടി കൊടുക്കുക, അലയ്യൽ മസാ. ഓക്കെ, ഹുവ ദഗ് അലയ്യൽ മസാ, ഹുവ ദഗ് അലയ്യൽ മസാ, അവൻ എന്നെ വൈകിട്ട് വിളിച്ചു. ഇനി അവൾ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, അവൾ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ അവൾ വിളിച്ചു എന്നുള്ളതിന് എന്താണ്? ദഗ്ഗത്ത് അല്ലെങ്കിൽ ഹിയ ദഗ്ഗത്ത്. ഓക്കെ, അവൾ എന്നെ വിളിച്ചു എന്നുള്ളതിന് ഹിയ ദഗ്ഗത്ത് അലൈ എന്നാണ്. ഹിയ ദഗ്ഗത്ത് അലൈ, അവൾ എന്നെ വിളിച്ചു. ഹിയ ദഗ്ഗത്ത് അലൈ, ഹിയ ദഗ്ഗത്ത് അലൈ. ഓക്കെ, ഇനി അവൾ എന്നെ വിളിച്ചില്ല എന്ന് പറയാൻ എന്താണ്? നമുക്കറിയാം, മാ വെച്ചാണ് പറയുക. ഹിയ മാ ദഗ്ഗത്ത് അലൈ എന്ന് പറഞ്ഞാൽ അവൾ എന്നെ വിളിച്ചില്ല. ഇനി തീരെ വിളിച്ചില്ല എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ലിസ്സ എന്നുള്ളത്, ലിസ്സ എന്നുള്ളത്. എങ്ങനെ? ലിസ്സ. ഓക്കെ, അപ്പോൾ ഹിയ ലിസ്സ മാ ദഗ്ഗത്ത് അലൈ, അവൾ എന്നെ തീരെ വിളിച്ചിട്ടില്ല. ലിസ്സ ഇതുവരെ ഇല്ല, മാ ദഗ്ഗത്ത് അലൈ, എന്നെ വിളിച്ചിട്ടില്ല, അവൾ തീരെ വിളിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ പറയാം. ഓക്കെ, ഹിയ ലിസ്സ മാ ദഗ്ഗത്ത് അലൈ. ഇനി അടുത്തത് എന്താണ്? ഞാൻ നിന്നെ നാളെ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ, ഞാൻ നിന്നെ നാളെ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നതാണ് ആദ്യം നമ്മൾ പറയാം. അതിന് ശേഷമാണ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് പറയാം. അപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എങ്ങനെ പറയും? അന ഗുത്ലക് എന്നാണ്. അന ഗുത്ലക്, ഞാൻ നിന്നോട് പറഞ്ഞു എന്നർത്ഥമാണ് പറഞ്ഞത്. ഓക്കെ, അന ഗുത്ലക്, ഞാൻ നിന്നോട് പറഞ്ഞു എന്നർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ അന ഗുത്ലക് എന്താണ്? നിന്നെ ഞാൻ നിന്നെ നാളെ വിളിക്കാമെന്ന് എന്നർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പറയാ? അദഗ് അലൈക് ബുക്ര എന്നാണ്. അദഗ് അലൈക് ബുക്ര. ഓക്കെ, അന ഗുത്ലക് അദഗ് അലൈക് ബുക്ര, അന ഗുത്ലക് അദഗ് അലൈക് ബുക്ര, ഞാൻ നിന്നെ നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ എന്നർത്ഥത്തിൽ എന്താണ്? ഒരു മാ വേണം ചേർത്ത് കൊടുക്കാം. മാനഗുത്ലക്, മാനഗുത്ലക് അദഗ് അലൈക് ബുക്ര, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നർത്ഥത്തിൽ. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ അനഗുത്ലക് അദഗ് അലൈക് ബുക്ര, പിന്നെ നാളെ വിളിക്കാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അനഗുത്ലക് അദഗ് അലൈക് ബുക്ര. ഓക്കെ, അനഗുത്ലക് ഞാൻ നിന്നോട് പറഞ്ഞതാണ്, അദഗ് അലൈക് ബുക്ര, നിന്നെ ഞാൻ നാളെ വിളിക്കാമെന്ന്. ഓക്കെ, ശരി. ഇനി ഞാൻ നിന്നെ അടുത്തയാഴ്ച വിളിക്കാം, ഞാൻ നിന്നെ അടുത്തയാഴ്ച
വിളിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ട് രീതിയിൽ പറയാം. ഓക്കെ, പ്രസന്റ് ടെൻസിൽ ക്രിയ വെച്ച് പറയാം. എന്ത്? അതഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നു എന്നാണല്ലോ. അതഗ് വെച്ച് പറയാം, ബദഗ് വെച്ചും പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതഗ് വെച്ച് പറയുമ്പോൾ അതഗ് അലൈക്ക് അൽ ഉസ്ബു അൽ ജായ് എന്ന് പറയാം. അതഗ് അലൈക്ക് അൽ ഉസ്ബു അൽ ജായ്. ഓക്കെ, അല്ലെങ്കിൽ ബദഗ് അലൈക്ക് അൽ ഉസ്ബു അൽ ജായ്. രണ്ട് രീതിയിലും പറയാം, ശരിയാണ്. ഓക്കെ, അതഗ് അലൈക്ക് അൽ ഉസ്ബു അൽ ജായ്, അതഗ് അലൈക്ക് അൽ ഉസ്ബു അൽ ജായ്. ഓക്കെ, അതഗ് അലൈക്ക് അൽ ഉസ്ബു അൽ ജായ്, അല്ലെങ്കിൽ ബദഗ് അലൈക്ക് അൽ ഉസ്ബു അൽ ജായ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്തരം ഉദാഹരണങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഇങ്ങനെ ഓരോന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ഇനി നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ പറയേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.